മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റത്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. നമുക്ക് വിനീഷിലേക്ക് എത്താം. ദുഃഖകരമായ ഒരു വാർത്ത. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി താഴത്തെ നിലയിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയതാണ്. KSEBയുടെ ലൈൻ പോയത് മേൽക്കൂരയോട് ചേർന്നാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. വിനീഷ, വളരെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതെന്താണ് സംഭവിച്ചത്? ഇത് ആരുടെ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപർണ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. വലിയ പാടം മിഥുൻ ഭവനിൽ മനുവിന്റെ മകൻ മിഥുനാണ് മരിച്ചത്. 13 വയസ്സ് മാത്രമേ ഈ വിദ്യാർത്ഥിക്ക് പ്രായമുള്ളൂ. സ്കൂൾ സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണ ചെരുപ്പെടുക്കാനായി കയറിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാവിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ കളിച്ചിരുന്നു. കളിച്ച സമയത്ത് ഈ മിഥുന്റെ ചെരുപ്പ് സൈക്കിൾ വെച്ചിരുന്ന ഒരു ഷെഡിന് മുകളിൽ വീണു എന്ന് പറയുന്നു. അപ്പോൾ ഈ ചെരുപ്പ് എടുക്കാനായി കുട്ടി ഷെയ്ഡിന്റെ മുകളിൽ കയറുകയും അങ്ങനെ ഈ ഷീറ്റിലേക്ക് ഇറങ്ങി ചെരുപ്പ് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇലക്ട്രിക് ലൈൻ തട്ടിയത്. ഇലക്ട്രിക് ലൈൻ തട്ടി ഉടൻ തന്നെ ഷോക്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്കൂൾ അധികൃതരും നാട്ടുകാരും ഇടപെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പറഞ്ഞ എന്തായാലും ശാസ്താംകോട്ട ആശുപത്രിയിലാണ് മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. സ്കൂൾ അധികൃതർ അതുപോലെ തന്നെ KSEB അധികൃതരെല്ലാം വന്ന് സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. നമുക്ക് പ്രദേശവാസികളുടെ അടക്കം പ്രതികരണങ്ങൾ ഇനി ലഭ്യമാകും. എന്തായാലും അതിദാരുണമായ ഒരു വാർത്തയാണ് അപർണ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അപകടം നടന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അന്ത്യം ഉണ്ടാവുകയായിരുന്നോ, അതോ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്തെങ്കിലും അത് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടോ? സംഭവം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓടിക്കൂടിയിരുന്നു. സ്കൂൾ അധികൃതരടക്കം ഓടിക്കൂടി. കുട്ടിയെ ഉടൻ തന്നെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളൊരു വളരെ ഖേദകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. KSEB അധികൃതരെതിരെ തന്നെ വലിയൊരു അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനപ്രതിനിധികളടക്കം ഇപ്പോൾ രംഗത്ത് വന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും താലൂക്ക് ആശുപത്രിയിൽ ആൾക്കാർ തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു 13 വയസ്സുകാരന്റെ ഈ ഒരു അതിദാരുണമായ ഈ ഒരു അന്ത്യം ഇത് വലിയ ദുഃഖകരമാണ്. കാരണം ഇത് KSEBയുടെ ഒരു അനാസ്ഥ തന്നെയാണെന്ന് തന്നെ പറയാം. കാരണം ഈ സ്കൂളിന്റെ മുകളിലൂടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇങ്ങനെ താഴ്ന്ന രീതിയിൽ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനാസ്ഥയാണ്. ഇതിന് KSEB അധികൃതരടക്കം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അവരുടെ എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ സ്കൂൾ അധികൃതർ എന്തെങ്കിലും പറയുന്നുണ്ടോ വിനീഷ്? എനിക്കറിയാം ഈ അപകടം ഇപ്പോൾ സംഭവിച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്ന് പ്രതികരണങ്ങൾ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയൊരു ഞെട്ടൽ കൂടിയായിരിക്കുമല്ലോ സ്കൂൾ അധികൃതർ. ഇത് നേരത്തെ ഇവരുടെ ശ്രദ്ധ പതിഞ്ഞില്ലേ? മേൽക്കൂരയോട് ചേർന്നുകൊണ്ട് KSEB ലൈൻ പോകുന്ന ഒരു സാഹചര്യം, കുട്ടികളെ മുകളിലേക്ക് കയറാറില്ലേ? അതുകൊണ്ട് കൂടിയാണോ ഇത് ശ്രദ്ധിക്കാതെ വിട്ടത്? ഇത് അനാസ്ഥ KSEBയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണോ സംഭവിച്ചിരിക്കുന്നത്? അപർണ, കൂടുതൽ വ്യക്തത വരാനുണ്ട്. അതായത് ഇത് അത് നടന്ന സംഭവമാണ്. തേവലക്കര ബോയ്സ് സ്കൂളാണ്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. 100-പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ സൈക്കിൾ വെക്കുന്ന ഒരു ഷെഡുണ്ട്. വലിയൊരു ഷെഡാണ്. ദൃശ്യങ്ങൾ തന്നെ കാണാം നമുക്കത്. ഈ ഷെഡിന്റെ മുകളിലൂടെയാണ് ഇലക്ട്രിക് ലൈൻ കടന്നു പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും സ്കൂൾ അധികൃതർ എല്ലാവരും തന്നെ ആശുപത്രിയിലുണ്ട്. ഈ കുട്ടിയുടെ വിയോഗത്തിന്റെ ഒരു ഞെട്ടലാണ് നാട്ടുകാരും എല്ലാവരും സഹപാഠികളടക്കം. അപർണ, ഏതെങ്കിലും കുട്ടികൾ ഇത് ഒരിക്കൽ കൂടി വിനീഷ് ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെ ഈ കുട്ടി മുകളിലേക്ക് കയറി ചെരുപ്പെടുക്കാൻ എന്നുള്ളത്? അത് ഒറ്റയ്ക്ക് കയറുകയാണോ ചെയ്തത്? മറ്റു കുട്ടികൾ എന്തെങ്കിലും പറയുകയോ മറ്റോ ഉണ്ടായോ? നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം ഇങ്ങനെയാണ്. കുട്ടികളടക്കം അവിടെ കളിച്ചിരുന്നു. കളിച്ച സമയത്ത് മറ്റൊരു കുട്ടി ചെരുപ്പെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട്. വ്യക്തത വരാനുണ്ട് ഇക്കാര്യത്തിൽ. അപ്പോ ഈ ചെരുപ്പെടുക്കാനായിട്ടാണ് ഈ മിഥുൻ കയറിയത്. അതിനെ സ്കൂളിന്റെ ഷെയ്ഡിൽ കയറുകയും ഷെയ്ഡ് മുന്നിലൂടെ ഉഴിഞ്ഞിറങ്ങി ഷീറ്റിലേക്ക് വന്നു. ഷീറ്റിന്റെ മുകളിലായിരുന്നു ഈ ചെരുപ്പ് വീണത്. ഇതെടുക്കാനായി ശ്രമിച്ചപ്പോഴായിരുന്നു അപർണ ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുകളിലൂടെ ഈ ലൈനിൽ തട്ടി കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്.
എസ് വിനേഷാണ്. ഏതായാലും താഴത്തെ നിലയിൽ വീണ ചെരുപ്പെടുക്കാനും വേണ്ടി കയറിയ കുട്ടിയാണ് ഷോക്കേറ്റ് മരിച്ചത്. KCBയുടെ ലൈൻ മേൽക്കൂരയുടെ തൊട്ടടുത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്ന ഒരു സ്കൂളിൽ ഈ തരത്തിലാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരല്പം മുൻപാണ് ഈ അപകടം ഉണ്ടായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല. തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ, 13 വയസ്സുള്ള മിഥുൻ ആണ് മരിച്ചത്. വലിയ ദുഃഖവാർത്ത തന്നെയാണ് ഉള്ളത്. ഒരിക്കൽ കൂടി വിനേഷിലേക്ക്. വിനേഷ്, വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് KCBയുടെ ലൈൻ മേൽക്കൂരയോട് ചേർന്ന് പോകുന്നത് സ്കൂൾ കെട്ടിടവുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായിട്ട് അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതാണ്. ഇതിലൊക്കെ ഒരു നഗ്നമായിട്ടുള്ള ഒരു ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമുണ്ടോ? തീർച്ചയായും അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. അപർണ, നമുക്കത് ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും. ഈ ഷീറ്റിന് തൊട്ട് മുകളിലൂടെ യാതൊരു സുരക്ഷയും പാലിക്കാതെ ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ കടത്തിവിടുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഇങ്ങനെ വരാൻ പാടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണാൽ പോലും ഒരു ഇരുമ്പ് ഷീറ്റാണ് അവിടെ ഇട്ടാക്കുന്നത്. ഷീറ്റിന് മുകളിലേക്ക് ലൈൻ വീഴാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം അധികൃതർ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ശരിക്കും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥി അറിയില്ല, വിദ്യാർത്ഥിയുടെ ചെരുപ്പ് പോയി 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചെരുപ്പ് എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും ആ വിദ്യാർത്ഥി ഷീറ്റിന് മുകളിലേക്ക് ചെന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും പൊതുപ്രവർത്തകർ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്കൂൾ അധികൃതർ സ്ഥലത്തെത്തിയിരിക്കുന്നു. പോലീസും സംഭവ സ്ഥലത്തെത്തി കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തത ഈ ഒരു കാര്യത്തിൽ വരാനുണ്ട്. സഹപാഠികളോടെല്ലാം വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരുന്നു കൃത്യമായി നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇനി വ്യക്തത വരാനുണ്ട്. അപർണ, പൊതുപ്രവർത്തകരടക്കം അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ, തേവലക്കര ബോയ്സ് സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയെ വിനീഷ, കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണോ? ഇതൊരു കുട്ടിയുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? സംഭവം അറിഞ്ഞ എല്ലാവരും എത്തുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അപർണ, ഇപ്പോൾ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ കടുത്തൊരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാരെല്ലാം വലിയൊരു പ്രതിഷേധത്തിലാണ്. കാരണം ബോധപൂർവ്വം ഞാൻ തിരികെ എത്താം. വിനേഷ്, ഇപ്പോൾ കോവൂർ കുഞ്ഞുമോനല്ലേ നമുക്കൊപ്പം ചേരുന്നു. വലിയ ഒരു ദുഃഖവാർത്ത ഉണ്ടാകുന്ന ഒരു 13 വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇതൊരു വലിയ വീഴ്ച KCBയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണോ MLA കണക്കാക്കുന്നത്? അല്ല, ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടില്ല. സ്കൂളുകാരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഒരു മീറ്റിങ്ങിനായിട്ട് വന്നപ്പോഴാണ് എൻ്റെ PA ഈ വിവരം വിളിച്ചറിയിച്ചത്. അപ്പോൾ എൻ്റെ PA ഉൾപ്പെടെ ഉള്ളവരും HM അടക്കമുള്ള അധ്യാപകരടക്കമുള്ളവരാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്പിറ്റലിലെത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മരണപ്പെട്ടിട്ടുള്ളത്. മിഥുൻ എന്ന് പറയുന്ന കുട്ടിയാണ് മരിച്ചത്. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഈ മിഥുന്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ആർക്കാണ് വീഴ്ച പറ്റിയത്, എന്താണ് തെറ്റ് പറ്റിയത്, ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് കർശനമായ നടപടി സ്വീകരിക്കും. ഈ KCBയുടെ ഹൈ വോൾട്ടേജ് ലൈൻ എന്നാണ് ഇപ്പോൾ കാണുന്നത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ സ്കൂളിൽ ചുറ്റുവട്ടത്ത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇതിനൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തോ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. ഈ സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നും താങ്കൾക്ക് അറിയില്ല അല്ലേ? KCBയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ നല്ല ഉയരത്തിൽ കെട്ടേണ്ടുന്നതായിരുന്നു. വീഴ്ചയായെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ആ വീഴ്ച പരിഹരിക്കും, ഒരു സംശയമില്ല. അങ്ങോട്ട് പോകുന്നുണ്ടോ? തെറ്റായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കും. അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇവരുടെ താങ്കൾ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കുമോ? പോകും. നന്ദി. MLA കോവൂർ കുഞ്ഞുമോനാണ് പ്രതികരിച്ചത്. ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴ്ന്ന് കെട്ടിയത് KCBയുടെ ലൈൻ, അതിൽ ആർക്കാണ് വീഴ്ചയുണ്ടായത് എന്ന് പരിശോധിക്കുമെന്നുള്ളതാണ്. സ്കൂൾ അധികൃതർക്ക് നേരത്തെ വിവരം അറിയാമായിരുന്നു. വിനേഷ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹൈ വോൾട്ടേജ് ലൈൻ ഈ താഴ്ത്തി കെട്ടി പോകുന്നു എന്നുള്ളതാണോ? പക്ഷേ ഈ കുട്ടി പാരപ്പറ്റിലാണോ ഇറങ്ങിയിരിക്കുന്നത്? അതായത് 1ാം നിലയിൽ നിന്ന് പാരപ്പറ്റിൽ ഇറങ്ങി ചെരുപ്പെടുക്കാൻ ശ്രമിക്കുകയാണോ ചെയ്തത്? അത് 1ാം നിലയിൽ നിൽക്കുമ്പോൾ പോലും ഒരു കൈ എത്തിച്ചാൽ പോലും തൊടാവുന്ന അവസ്ഥയിലായിരുന്നോ ഈ ഇലക്ട്രിക് ലൈൻ?
അപർണ, കുട്ടി താഴെ ക്ലാസ് റൂമിലായിരുന്നു കളിച്ചത്. ക്ലാസ് റൂമിൽ ഇവർ എല്ലാവരും ചേർന്ന് കളിക്കുന്ന സമയത്ത് കുട്ടിയുടെ ചെരുപ്പ് മുകളിലത്തെ നിലയിൽ, അതായത് ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ മുകളിലത്തെ നിലയിൽ നിന്ന് ഷീറ്റിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് വിദ്യാർത്ഥി ഈ ചെരുപ്പ് എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചത്. പക്ഷേ ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും, ലൈൻ താന്ന് കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. വലിയ അപകടകരമായ രീതിയിലാണ് ഇതിന്റെ ഇലക്ട്രിക് ലൈൻ പോകുന്നത്. അങ്ങനെ വിദ്യാർത്ഥിക്ക് ഈ ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്ക് ഏറ്റത്. താഴെ നിന്ന് കളിച്ചപ്പോഴാണ് ഈ ഉയരത്തിലേക്ക് ചെരുപ്പ് മറ്റൊരു കുട്ടിയെടുത്ത് എറിയുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത് ബോധപൂർവം ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. അപർണ, എന്തായാലും കൃത്യമായി ഇതിന്റെ അധികൃതർ മറുപടി നൽകിയേ മതിയാകുള്ളൂ. ഈ വിദ്യാർത്ഥിയുടെ മൃതശരീരം ഇപ്പോൾ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിക്കുന്നു. സംഭവം അറിഞ്ഞ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് അല്പസമയത്തിനകത്ത് തന്നെ എത്തും തരാൻ കഴിയുന്നു. അതായത് വിനീഷ, ഈ കുട്ടി അത് ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ക്ലാസ്സിൽ നിന്ന് കുട്ടിയുടെ ചെരുപ്പ് പുറത്തേക്ക് വന്ന് കുട്ടിയെ പാരപ്പറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പാരപ്പറ്റിൽ നിന്നും കുട്ടി ഷീറ്റിന്റെ മുകളിൽ വീണ ചെരുപ്പ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഷോക്ക് ഏറ്റത്. സ്വാഭാവികമായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോഴും ഈ ഒന്നാം നിലയുടെ അതേ ഉയരത്തിലാണ് KCBയുടെ ഈ ഹൈ വോൾട്ടേജ് ലൈൻ പോകുന്നത് എന്നുള്ളൊരു വലിയ വിഷയം കൂടിയുണ്ട്. അതും ഒരു വലിയ വീഴ്ചയാണ്, പ്രത്യേകിച്ച് അത് സ്കൂൾ കെട്ടിടത്തിന്റെ ചുറ്റുവട്ടത്തായതുകൊണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിയമലംഘനം അല്ലെങ്കിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് പറയാം, ഈ കുട്ടി പാരപ്പറ്റിൽ ഇറങ്ങിയതാണെങ്കിൽ പോലും. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ അധികൃതർ മറുപടി നൽകിയേ മതിയാകുള്ളൂ. കാരണം ഇത്രത്തോളം അപകടകരമായ രീതിയിൽ ഇലക്ട്രിക് ലൈൻ, ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ കടന്നു പോകുന്ന, അതും ഒരു സ്കൂളിന്റെ മുകളിലൂടെ കടത്തിവിടുന്നത് തന്നെ നിയമലംഘനമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചത്.